ഹായ് കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ എവറിഡേ ഹീറോസ് എന്ന പോമാണ്. നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഇതിൽ പോലീസുകാരുണ്ട് അല്ലേ? ദർ ആർ പോലീസ് ഓഫീസേഴ്സ് ആൻഡ് പോലീസ് ഡോഗ്സ്. അപ്പോൾ ഇവരെ ആയിരിക്കാം ഈ ഒരു പോമിൽ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം പോം റീഡ് ചെയ്യാം. You might see them in uniform, or maybe not at all. But no, they will be there when they get the call. You might see them in uniform. നിങ്ങൾക്ക് അവരെ യൂണിഫോമിൽ കാണാം. Or maybe not at all. ചിലപ്പോൾ യൂണിഫോമിൽ അല്ലാതെയും നിങ്ങൾക്ക് അവരെ കാണാം. But no, പക്ഷേ അറിയണം എന്ത്? They will be there when they get the call. അവർ എപ്പോഴാണോ അവരുടെ ആവശ്യങ്ങൾക്ക് അവരെ വിളിക്കുന്നത്, ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അവരെ എപ്പോഴാണോ വിളിക്കുന്നത്, അവർ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഈ പോലീസുകാരെ ഇവരെ നമ്മുടെ എവരിഡേ ഹീറോസിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ എത്തിയിരിക്കും. നോ ടോക്ക് ഓഫ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി, മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്, a symbol of devotion and respect that they deserve. No talk of guts and glory. അവരുടെ ധൈര്യത്തെക്കുറിച്ചോ മഹിമയെക്കുറിച്ചോ, ഗട്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ധൈര്യം, ഗ്ലോറിയെക്കുറിച്ചോ അതായത് അവരുടെ മഹത്വത്തെക്കുറിച്ചോ അവർ സംസാരിക്കാറില്ല. മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആളുകളെ സേവ് ചെയ്യുന്നതിനും അവരെ സെർവ് ചെയ്യുന്നതിലുമാണ്. പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, സെർവ് എന്ന് പറഞ്ഞാൽ സേവനം ചെയ്യുക. ഇതിലൊക്കെയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എ സിംബൽ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. അവർ ഒരു സിംബലാണ്, അടയാളമാണ്. എന്തിൻ്റെ? ഓഫ് ഡിവോഷൻ. ഡിവോഷൻ എന്ന് പറഞ്ഞാൽ അർപ്പണം. അവരുടെ സ്വന്തം ജീവിതം പോലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ബഹുമാനത്തിൻ്റെയും സിംബലാണ് ഇവർ. അതായത് ബഹുമാനത്തിൻ്റെയും ഒരു ഡിവോഷൻ്റെയും അർപ്പണത്തിൻ്റെയും സിംബലാണ്. അവർ അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനത്തിൻ്റെയും ഡിവോഷൻ്റെയും ഒരു സിംബലാണ് ഈ ഓഫീസേഴ്സ്. ദീസ് ആർ എവറിഡേ ഹീറോസ്. ഇവരാരാണ്? എവറിഡേ ഹീറോസ്. ഇവർ എവറിഡേ ഹീറോസ് ആണ്. ഓരോ ദിവസവും ഇവർ ഹീറോസ് ആണ്. ദീസ് മെൻ ആൻഡ് വിമൻ ഇൻ ഹ്യൂ. അവർ ഹ്യൂ എന്ന് പറഞ്ഞാൽ കളർ എന്നുള്ള മീനിങ് ആണ്. ദീസ് മെൻ ആൻഡ് വിമൻ ഇൻ ഹ്യൂ. ഹ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ യൂണിഫോമിൻ്റെ കളർ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ്, മറക്കരുത്, ദ വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. അവരുടെ കൂടെയുള്ള വർക്കിംഗ് ഹീറോസിനെയും ഡോണ്ട് ഫർഗെറ്റ്, മറക്കരുത്, ദേ ആർ ഹീറോസ് ടു. അവരും ഹീറോസ് ആണ്. നോ ദാറ്റ് ഇഫ് യു നീഡ് ദം, നമ്മൾ അറിയണം എന്ത്? നമുക്ക് അവരെ ആവശ്യമുണ്ടെങ്കിൽ എ ഹീറോ വിൽ ബി നിയർ. നിങ്ങളുടെ കൂടെ, ആർക്കാണോ ആവശ്യമുള്ളത് അവരുടെ അടുത്ത് ആ ഹീറോ ഉണ്ടായിരിക്കും. ടു ഹെൽപ്പ് യു ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. നമ്മുടെ ലൈഫിൽ ഡാർക്കസ്റ്റ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ആ ടൈമാണ്. നമുക്ക് ചില സമയം നല്ല ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും സഹായം ആവശ്യമുള്ള ഒരു ടൈമായിരിക്കും. നമുക്ക് കള്ളന്മാരുടെ ആക്രമണം, അതൊക്കെ എന്താണ്? ബുദ്ധിമുട്ടുള്ള ടൈംസ് ആണ്. ആ ടൈമിലൊക്കെ നമുക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടാവും ആ സമയം. ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടായിരിക്കും. ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. നമ്മുടെ ടേക്ക് എവേ എന്ന് പറഞ്ഞാൽ ദൂരെ കളയാൻ, ഉപേക്ഷിക്കാൻ. എവേ ദ ഫിയർ, നമ്മുടെ പേടിയെ. ഫിയർ മീൻസ് പേടി, ഭയത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഭയത്തെ എടുത്തു കളയാൻ നമ്മുടെ കൂടെ ഇതുപോലെയുള്ള എവറിഡേ ഹീറോസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പോമിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഇത് എഴുതിയിട്ടുള്ളത് റോബർട്ട് ലോങ്ലി എന്ന് പറയുന്ന പോയിറ്റാണ്. സോ ഇനി ഇതിൽ ലെറ്റ്സ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ഹീറോസ് മെൻഷൻഡ് ഇൻ ദ പോം? നമുക്ക് ഈ ഒരു പോമിൽ ആരെയാണ് ഹീറോസ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഈ ഒരു പോം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലെ ഹീറോസ് എന്ന് പറയുന്നത് പോലീസ് ഓഫീസേഴ്സ് ആണ്. പോലീസ് ഓഫീസേഴ്സ് മാത്രമല്ല, അവരുടെ ഡോഗ്സിനെയും കൂടിയാണ് ഹീറോസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ our second question, what do these heroes do when they are called? നമ്മൾ
അവരെ വിളിക്കുമ്പോൾ ഈ ഹീറോസിനെ വിളിക്കുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്? ദേ വിൽ റീച്ച് ദെയർ ആൻഡ് പ്രൊട്ടക്റ്റേഴ്സ്. നമ്മൾ ആരാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ എവിടേക്കാണോ വിളിക്കുന്നത് അവരവിടെ എത്തുകയും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു യു തിങ്ക് ദ ഓതർ കോൾസ് ദീസ് ഹീറോസ് എവ്രിഡേ ഹീറോസ്? നിങ്ങൾ ഓതർ അവരെ എവ്രിഡേ ഹീറോസ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്തിനാണ്? ബിക്കോസ് ദേ സെർവ് us എവ്രി ഡേ ആൻഡ് എവ്രി ടൈം. അവർ നമുക്കെന്നും എവ്രിഡേ ഹീറോസ് ആണ്. എന്താണ് കാരണം? അവർ നമ്മളെ എവ്രിഡേ, എല്ലാ ദിവസവും എല്ലാ സമയത്തും ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരെ എവ്രിഡേ ഹീറോസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദി പോം. You might see them in uniform or maybe not at all. But no, they will be there when they get the call. ഇതിൽ all എന്നതും call എന്നതും ചരിച്ചാണ് എഴുതിയിട്ടുള്ളത്, ഇറ്റാലിക്സിലാണ് എഴുതിയിട്ടുള്ളത്. അവയ്ക്ക് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? all, call രണ്ടും അവസാനിക്കുന്നത് സെയിം സൗണ്ടിലാണ്. all, call അല്ലേ, സെയിം സൗണ്ടിലാണ് രണ്ട് വേർഡ്സും അവസാനിക്കുന്നത്. ഇങ്ങനെയുള്ള വേർഡ്സിനെ റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. എൻഡിങ് വിത്ത് സെയിം സൗണ്ട്. സൗണ്ടാണ്, ലെറ്റർ അല്ല. ഓരോ ലെറ്ററിനും ഓരോ സൗണ്ടുകളാണല്ലോ. അപ്പോൾ സൗണ്ട്, സെയിം സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ്. ഇനി ഇതിലുള്ള ആക്ടിവിറ്റി എന്താണ്? ഫൈൻഡ് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോം ആൻഡ് റൈറ്റ് ദം ബിലോ. നമ്മുടെ പോമിൽ നിന്ന്, എവ്രിഡേ ഹീറോസ് എന്ന പോമിൽ നിന്ന് മോർ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക, എഴുതുക. അപ്പോൾ ഇതിൽ കണ്ടുപിടിച്ചിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ആണ് നിയർ, ഫിയർ, സെർവ്, ഡിസേർവ്, ഹ്യൂ, ടു. ഊ എന്ന് പറഞ്ഞാണ് ഇത് എൻഡ് ചെയ്യുന്നത്. രണ്ട് വേർഡ്സും എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടാണ്. ഇത് മാത്രം പറയാൻ കാരണം ഇതെല്ലാം സെയിം ലെറ്റേഴ്സിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. ഇത് മാത്രം സെയിം ലെറ്റേഴ്സ് അല്ല, ലെറ്റേഴ്സ് മാത്രമല്ല സെയിം സൗണ്ടാണ്. ബാക്കിയെല്ലാം സെയിം ലെറ്റേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് സെയിം സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 2, മീറ്റ് ദ ഹീറോ. We have seen many heroes like soldiers, farmers, police officers, artists and sportsmen. Suppose a police officer from the Janamaitri police station is visiting your school. Prepare some questions to ask him or her. ജനമൈത്രി പോലീസ് സ്റ്റേഷനിലുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ നിങ്ങളുടെ സ്കൂളിലേക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ആരാണോ വരുന്നത് അവരോട്, ആ പോലീസ് ഓഫീസറോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഡു യു ലൈക്ക് യുവർ ജോബ്? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇഷ്ടമാണോ? വൈ? എന്തുകൊണ്ട്? ഇഷ്ടമാണ് എങ്കിലും അല്ല എങ്കിലും എന്തുകൊണ്ട്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സെർവ് പീപ്പിൾ? നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ, ക്യാൻ യു ഷെയർ വിത്ത് us an unforgettable experience in your service? നിങ്ങളുടെ ഈ ഒരു സർവീസിൽ, അതായത് പോലീസ് ഓഫീസർ ആയതിനു ശേഷമുള്ള ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ എന്ന്. ഇനി ഫോർത്ത് വൺ, ഹൗ ഡു യു ബിക്കം എ പോലീസ് ഓഫീസർ? നിങ്ങൾ എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ആയത്? ഫിഫ്ത്ത് വൺ, വൈ ആർ യു ഹോൾഡിങ് എ സ്റ്റിക്ക് എവ്രി ടൈം? നിങ്ങളുടെ കയ്യിൽ എന്താ എപ്പോഴും ഒരു വടിയുള്ളത്? സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ കോട്ട് എ തീഫ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ആറ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോമിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു ഭാഗവുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്